അമ്മ എനിക്ക് ഈ ആഗോലി വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കി തരുമോ? ആഗോലി ഫ്രൈ ചെയ്യാം. ഓക്കെ. ആഗോലി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്യാം. ചെറിയ പീസുകളാക്കിയിട്ട് പൊരിക്കുക, അതാണ് നല്ലത്. ഓരോ പീസാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാനും പറ്റും. ഓക്കെ, കട്ടാക്കിയാ ഒരു ആഗോലി നമുക്ക് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യാം. ഒന്ന് പീസാക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യാം. ഇതിനെ വരങ്ങണം. ഓക്കെ, വരങ്ങണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുളകെല്ലാം ഇതിൽ പിടിച്ച് വരണം. അതിനാണ് ഇങ്ങനെ വരഞ്ഞിടുന്നത്. ഓക്കെ. എന്നപ്പോൾ അമ്മ ഇവിടെ ആഗോലി മുറിച്ച് ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അമ്മ പുരട്ടേണ്ട മുളകിന് വേണ്ട സാധനങ്ങൾ എടുക്കാൻ അപ്പുറത്ത് പോയിട്ടുണ്ട്. അപ്പം ഒന്ന് ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് അമ്മ? നമുക്ക് ആവശ്യമായ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ പൊടികൾ എടുക്കാം. ഇത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ പുതിയ ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നോക്കാം. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് വേണം, ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് വെളിച്ചെണ്ണയും കൂടി മിക്സാക്കാം. നമുക്ക് മസാല ഇതിൻ്റെ മുകളിലേക്ക് പുരട്ടാം. ഫുള്ള് ആഗോലിയാണ്. പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് മുളക് പിടിച്ച് വരുന്നവരെ. അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇത് കട്ട് ചെയ്ത് വെച്ച പീസുകളാണ്. ഇതിലും മുളക് പുരട്ടാം. അവിടെ പാൻ ഓണാക്കി വെച്ചല്ലേ? ആ പാന് ഓണാക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ വാർന്ന് നോക്കാം. ഞാനിടാം. അതിൽ നമുക്ക് കറിവേപ്പില ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഇത് മാറുന്ന വരെ അപ്പം നമുക്ക് ഫുൾ ആഗോലി വെച്ച് കൊടുക്കാം. ഓരോ പീസാക്കി വെക്കാം.
നല്ല മണം വരുന്നുണ്ട്. ഈ പാത്രം വേണ്ടവർ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാൽ മതി. അന്നപ്പം അതിലുണ്ടാവും. അന്നപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പാത്രം വാങ്ങിയത്. നല്ല ഉപകാരപ്പെടും. നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് ഓരോന്ന് എടുക്കുന്നതിനേയും കാട്ടി നല്ലത് ഇത് അപ്പാടെ എടുത്താലേ നമുക്ക് വേഗം ഓരോന്നായിട്ട് ഇതിൽ നിന്ന് കോരിയെടുക്കാൻ കഴിയും. അതിന് സ്പൂണുണ്ട്. ഇതിൽ ആവശ്യത്തിന് എടുക്കേണ്ട സ്പൂണുണ്ട്. ഒരു ടേബിൾ സ്പൂണിൻ്റെ ഒരു സ്പൂണുണ്ട് ഇതിൽ. അപ്പോൾ ഇത് വേണ്ടവർ ഫ്ലിപ്കാർട്ടിൽ ചോദിച്ചാൽ എന്തായാലും കിട്ടും. അപ്പം അമ്മ എല്ലാം പൊരിച്ചാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആഗോലിയും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. 1/4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് മറിച്ചിടണ്ടാവും. എന്നിട്ട് നമുക്ക് അന്നേരം വരാം. അമ്മ പത്താളുള്ളത് അതായത് നല്ല മണം വരുന്നുണ്ട്. നല്ല കുരുമുളകിൻ്റെയോ ചിക്കൻ മസാലപ്പൊടിൻ്റെയോ ഒക്കെ മണം വരുന്നുണ്ട്. നല്ല ഫ്രൈ ആയി കിട്ടും. നമുക്ക് 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അമ്മ മുകളിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് മണ്ണിൻ്റെ